മലപ്പുറം വേങ്ങരയിൽ MDMA കിട്ടാത്തതിനെ തുടർന്ന് യുവാവ് അമ്മയെയും സഹോദരിയും അടിച്ച് പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ 11.5 ഗ്രാം MDMA പിടികൂടി. കോഴിക്കോട് ചെറുവറ്റക്കടവിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ 32 ഗ്രാം MDMA പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് 2 പേർ കസ്റ്റഡിയിൽ. പാലക്കാട് പട്ടാമ്പിയിൽ വൻ MDMA വേട്ട 200ഓളം ഗ്രാം മയക്കുമരുന്നുമായി 3 പേർ പിടിയിൽ. കൊച്ചി പൊന്നുരുന്നിയിലെ ലോഡ്ജിൽ MDMAയുമായി 7 യുവാക്കൾ പിടിയിൽ. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനടക്കം 3 പേർ നെയ്യാറ്റിൻകരയിൽ MDMA പിടിയിൽ. 7.5 കിലോ കഞ്ചാവുമായി ആലപ്പുഴയിൽ അതിഥി തൊഴിലാളി പിടിയിൽ. കൊച്ചിയിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവിന്റെ വരവ് വർദ്ധിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടെ പിടികൂടി 37 കോടിയുടെ കഞ്ചാവ്. ഞാൻ ഈ വായിച്ചത് അത്രയും ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാത്രം ന്യൂസ് ഡെസ്കിലേക്ക് വന്ന നമ്മുടെ റിപ്പോർട്ടർമാർ അയച്ചു തന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളാണ്. മൊത്തം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പണ്ടാര പറഞ്ഞ ഡയലോഗ് ഉണ്ട് കേട്ടോ, കേരളം ഒരു പ്രാന്താലയമാണെന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളിപ്പോൾ കേട്ടത്. ഇതിലിപ്പോൾ ആരെ കുറ്റം പറയേണ്ടത്? ഇത് ഉപയോഗിക്കുന്ന ആളെ പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന സർക്കാരിനെ പറയേണ്ടത്? ഞാൻ പറഞ്ഞ നമ്മുടെ നാട്, നമ്മുടെ ഇന്ത്യത്തെ ലോനെ ഞാൻ കുറ്റം പറയും കേട്ടോ. കാരണം 5 വയസ്സിലെ പെൺകുട്ടിയെയും 10 വയസ്സിലെ പെൺകുട്ടിയെയും പീഡിപ്പിച്ചാൽ, അവരെ കൊന്നാൽ, അവരെ പിടിച്ച് ജയിലിലിട്ട് ചിക്കനും മട്ടനും കൊടുക്കുന്ന ഏക നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്താണ്. വെറും വേസ്റ്റാണ് നമ്മുടെ നാട്ടിലത്തെ ലോ എന്ന് പറയുന്നത്. മാറ്റിയതേ പറ്റൂ, അല്ലെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യം നമ്മൾ കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും.